ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ലോങ് വീഡിയോ തന്നെയാണ്. പിന്നെ അധികം ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ലോങ് വീഡിയോ തന്നെയാണ് ഇടുന്നത്. പിന്നെ അപ്പോൾ അത് ചെറിയൊരു അധികം ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്ന് സ്കൂളിലോട്ട് വരാനിരിക്കണ്. അപ്പോൾ രാവിലെ ചുട്ട ദോശയിൽ കുറച്ച് മാവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് രണ്ടാൾക്കും 4 മണിക്ക് അപ്പം ചുട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ പൊടി ബാക്കി വൈകുന്നേരം എടുക്കലാണ് ഞാൻ പതിവ്. അപ്പോൾ ഞാൻ എന്തായാലും അപ്പം ചൂടാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചൂട് കൊടുക്കുന്നത് തന്നെ അപ്പം ചുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതല്ലേ നല്ലത് വിചാരിച്ചിട്ടാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാനല്ലെങ്കിൽ ഓട്സോ കോറയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കൽ 4 മണിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും കറി ഉണ്ടാക്കുകയാണ്. അപ്പം അത് അപ്പം ഉണ്ടല്ലോ, അപ്പമല്ല, മാവുണ്ട് രാവിലത്തിൻ്റെ ബാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മണിക്ക് അപ്പം ചുട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാനിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കണത്. കാപ്പിക്കടലയാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് അത് വെള്ളത്തിലിട്ടതിന് ശേഷം രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി തക്കാളി ഒക്കെ വെട്ടി അതൊക്കെ കുക്കറിലാണ് വെക്കണത്. എനിക്കങ്ങനെ രാവിലേക്കോ അല്ലെങ്കിൽ ചോറൊക്കെ ആയിക്കോട്ടെ, എനിക്ക് കറിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്കൊരു ചോറക്കാണെന്നുണ്ടെങ്കിൽ വല്ല കൂട്ടാൻ കിട്ടിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ അപ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചായ കിട്ടിയാൽ മതി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണമെന്നൊന്നുമില്ല. പക്ഷേ ഹെസമോൾക്ക് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക് പെട്ടെന്ന് എന്താണ് നമ്മളെ രാവിലത്തെ കടി വെച്ചാൽ അതിൻ്റെ കൂടെ പെട്ടെന്ന് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ വായിൽ വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ചായയിലൊക്കെ ഒപ്പി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം വായിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ തിന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറേ ടൈം എടുക്കും. അപ്പം ഞാൻ വിചാരിക്കും കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഓള് കഴിക്കും വിചാരിച്ചിട്ടും പാടെയാണ് ഈ കറി ഞാൻ വെക്കണത്. പിന്നെ എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല വേണമെന്നുള്ളത്. പിന്നെ മക്കൾക്ക് ഓല ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാനങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിന് ശേഷം അതിലേക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. ഏകദേശം വരാനായിക്കണു. ഓന് വരുമ്പോഴത്തേനും എനിക്ക് റെഡിയാക്കിയിട്ട് കൊടുക്കണം. എന്നാൽ പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം എനിക്ക് കളിയും കാര്യങ്ങളൊക്കെ കൊണ്ട് പോവാമല്ലോ. രാവിലെ നീച്ച് കഴിഞ്ഞാൽ മദ്രസ് വിട്ട് കഴിഞ്ഞാൽ മദ്രസ് ഞങ്ങൾക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നടന്ന് പോരി അറിയുമ്പോൾ ഒരു 5, 6, 7, 8 മിനിറ്റ് നടക്കാണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഓടി വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സ്കൂൾക്കൊക്കെ ആകെ കിതച്ചിട്ട് വേണം ഇവിടെ വരുമ്പോഴത്തേന് ആകെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നടന്ന് വന്നാൽ മതി എന്നാണ് പറയൽ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂൾക്ക് പോകാനായി. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കളിക്കാൻ കിട്ടിയെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പോൾ അത് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കാനും ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബാങ്ക് കൊടുത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മദ്രസത്തെയും സ്കൂളത്തെയും പഠിച്ചലും കഴിഞ്ഞാൽ അതിൻ്റെ ഇടക്ക് വെച്ചിട്ടൊരു ഉറക്കം ഉണ്ടാവും. പിന്നെ ക്ഷീണം വന്നാൽ അപ്പോൾ എനിക്കൊന്ന് ഉറങ്ങണം. അങ്ങനെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഓൻ്റെ കൂടെയൊക്കെ നിന്ന്. പിന്നെ ഓൻ വന്നപ്പോൾ ഹെസമോൾ നല്ല ഉറക്കത്തിലാണ്. വന്നു കഴിഞ്ഞാൽ ഹെസമോൾ എവിടെ ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ ഓള് തനിയെ നീച്ചും ഓൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓളെ വന്നിട്ട് നീപ്പിക്കും. പിന്നെ അപ്പോൾ പിന്നെ രണ്ടാൾക്കും ഭക്ഷണമോ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ കൊടുത്തു. ഇസുവിൻ്റെ ലഞ്ചിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ കഴുകിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് 2-3 അപ്പം കൂടി ചൂടാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ബാക്കിയുള്ള ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ കളിച്ചാൻ വേണ്ടി പോയി. അപ്പം കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഓന് ഇനി കുറച്ച് നേരമുള്ളൂ. ഏകദേശം ഇപ്പം തന്നെ 5 മണിയായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഒരു മണിക്കൂറുള്ളൂ കളിക്ക് വേണ്ടിയിട്ട് കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ കുളി നിസ്കാരം പഠിത്തമൊക്കെ ആയിട്ട് മഗ്‌രിബിക്ക് ശേഷം അങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അപ്പം കൂടി ചുട്ടു വെക്കട്ടെ വിചാരിച്ചിട്ട് അതുകൂടി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഹാളിൽ ഓള് സൈക്കിളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓള് അങ്ങനെ നിൽക്കുന്നുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങാനേക്കാത്തതുകൊണ്ട് തന്നെ ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയി കഴിഞ്ഞാൽ ഓൾക്കും പോകണം ശരിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കുറുമ്പും കാര്യങ്ങളും ഉണ്ട് ഓൾക്ക്. പിന്നെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്.
ഞാൻ പിന്നെ രണ്ടാളും കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് രണ്ടെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടി കഴിച്ചാൽ വിചാരിച്ചിട്ട് അപ്പോൾ കറിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ, കൂടുതലൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.